വെൽക്കം ബാക്ക് ടു എവറിത്തിങ് വിത്ത് ബേബി. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ നമ്മൾ ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് മെൽബൺ ഓസ്ട്രേലിയയിലേക്കാണ്. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് നമുക്കൊരു 1 hour ജേർണി ഉണ്ട്. ഇപ്പോൾ അറൗണ്ട് 9 o'clock ആയിട്ടുണ്ട്, രാത്രിയാണ്. നമ്മൾ ഹായ്ക്കുട്ടിനെ ഉറക്കാൻ നോക്കിയിട്ട് ഹായ് ഉറങ്ങിയില്ല. ഇനിയിപ്പം അതെ, നമ്മൾ പാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഉറങ്ങിയില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ തിരിച്ച് ടാക്സിയിലേക്ക്, നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ടാക്സിയിൽ ഇരുന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നു അല്ലേടി? ഹോപ്പ്ഫുള്ളി. പിന്നെ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യം, അതെ, നമ്മൾ എല്ലാവർക്കും, അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും വിഷമത്തിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പം. കാരണം നമുക്ക് വയനാട്ടിൽ അത്രയും പേര് മരിച്ചു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ പ്രേയേഴ്സ്, അതുപോലെ തന്നെ അത് പോരാടി വന്ന ആൾക്കാർക്ക് എന്താ പറയുക, നമ്മുടെ എല്ലാ സപ്പോർട്ടും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ പറയുക. അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കോഷ്യസ് ആയിട്ടിരിക്കുക. അപ്പോൾ അത് പറഞ്ഞ പോലെ നമ്മൾ ലഗേജ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ലഗേജ് ഹായയാണ്. ഹായ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രോളറുണ്ട്. പിന്നെ വലിയൊരു ലഗേജ് പെട്ടിയുണ്ട്. അത് നമ്മൾ കുത്തി നിറച്ചാണ് നിറച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് പാക്ക് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഹായുടെ ഡയപ്പറൊക്കെ വെക്കാനുള്ള വേറൊരു ബാക്ക് പാക്കും ഉണ്ട്. ഇതെല്ലാം ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൽ ആരുടെ സാധനമാണ് കൂടുതൽ? ഏറ്റവും കൂടുതൽ നമ്മുടെ ഹായക്കുട്ടനാണ്. കാരണം മെൽബണിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാ ഡ്രസ്സും എടുത്ത് വെച്ച് വന്നപ്പം കുറച്ച് ടൈമായി. അപ്പം ആൾക്ക് ഇപ്പോഴും സ്റ്റില് കളിയുടെ മൂടാണ്, ഉറക്കത്തിലേക്ക് വന്നിട്ടില്ല. ഓട്ടാണ്. ഹായ, നമുക്ക് പോകണ്ടേ? ഇത് വേണം ഹായ്ക്ക്. അപ്പം നമ്മൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം പോകാനായിട്ട്. ഹായക്കുട്ടൻ പാതിരാത്രിയാണെങ്കിലും ഓർഡർ ഓട്ടാണ്. ഇന്ന് രാത്രി ഉറങ്ങാനൊന്നും പ്ലാൻ ഇല്ലയെന്ന് തോന്നുന്നു ആൾക്ക്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ടാക്സിയിലാണ്. എന്തോ കാരണം കൊണ്ട് അവിടുത്തെ സൗണ്ട് നമ്മുടെ കട്ടായിപ്പോയി. ഹായ്ക്കുട്ടൻ കാറിൽ കയറി അപ്പം മുതൽ കരച്ചിലായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ആൾ കരഞ്ഞാണ് ഇപ്പോൾ ഉറങ്ങിപ്പോയത്. എനിക്ക് അതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. നമ്മുടെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്താവുമെന്ന്. ഉറങ്ങിയാൽ മതിയായിരുന്നു. ഈ ടെർമിനലിൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് തന്നെ പുറത്ത് തന്നെ നമുക്ക് ട്രോളി ഇരിപ്പുണ്ട്. അതിലേക്ക് തന്നെ ട്രോളിയിലേക്ക് ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ് നിബിൻ. ഹായ്ക്കുട്ടിനെ അങ്ങനെ സെറ്റ് ആക്കുവാണ്. സ്ട്രോളറിലേക്ക് നമുക്ക് അടുത്ത് നോക്കി ഞങ്ങൾ, കാരണം ഉറങ്ങുക. ചിലപ്പോൾ ഒരു സ്റ്റോറ കിടന്ന് എണീറ്റ് വരും. ഹോപ്പ്ഫുള്ളി എനിക്ക് എല്ലാവർക്കും ഇത് ഇപ്പൊ തന്നെ മടുപ്പല്ലേ. നല്ല കാറ്റുണ്ട്. അപ്പൊ നമ്മളിപ്പം എയർപോർട്ടിന്റെ വെളിയിലാണ് നിൽക്കുന്നത്. നമുക്ക് അകത്തോട്ട് ചെല്ലണം. അപ്പൊ ലഗേജ് ഒക്കെ ആയിട്ട് അകത്തോട്ട് കയറാം. നമ്മളങ്ങനെ ചാങ്ങി എയർപോർട്ടിൽ എത്തി. എയർപോർട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും തിരക്കാണ്. രാത്രി 9:45 പക്ഷെ രാത്രി ഫ്ലൈറ്റിനുള്ളവരൊക്കെയാന്ന് തോന്നുന്നത്. ഒത്തിരി തിരക്കുണ്ട്. നമ്മൾ സെൽഫ് ചെക്കിൻ ചെയ്യാൻ നോക്കുവാണ് ആദ്യം. ഞങ്ങൾ സെൽഫ് ചെക്കിൻ ആണെങ്കിൽ ഓൺലൈൻ ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയില്ല. എനിക്ക് ഒന്ന് വിസയൊക്കെ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കാം. പിന്നെ ഗീതുവിനൊരു പ്രശ്നമുണ്ട്. ഗീതുവിന്റെ പാസ്പോർട്ട് സെൽഫ് ചെക്കിനിൽ ഒരിക്കലും വരില്ല. അപ്പം അത് ഞങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് ഒരു ഇമെയിലൊക്കെ അയച്ചായിരുന്നു. റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പം ഇത്തവണ അതും കൂടെ ഒന്ന് നോക്കണം, അത് റിസോൾവ് ആയോന്ന്. നമുക്ക് ഈ കാസിലേക്ക് പോവാം. അങ്ങനെ നോക്ക്. ഫസ്റ്റ് എൻ്റെ പാസ്പോർട്ട് നമുക്ക് വെച്ച് വെക്കാം. പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ നമുക്ക് സ്റ്റാഫുള്ള കൗണ്ടറിലേക്ക് പോകാം. എനിക്കൊന്ന് ഗീതു ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലല്ലോ ചെക്കിൻ. പാസ്പോർട്ട് കേട്ടു. ഇത് പഴയതാണ്, അസുഖം തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. ഈ സ്റ്റെപ്പിലൊന്നും കുഴപ്പമുണ്ടാവാറില്ല. വി ഐഡന്റിഫൈഡ് ആൻ ഇഷ്യൂ വിത്ത് ദ പാസ്വേഡ്. അപ്പം സംഭവം ഒന്നും മാറിയില്ലല്ലേ?
നമുക്കെന്നാൽ ഇനി സെൽഫ് ചെക്ക് ഇൻ ഉപേക്ഷിച്ച് നമുക്ക് കൗണ്ടർ ചെക്ക് ഇനിലേക്ക് പോകാം. ഇപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്തതിന് ശേഷം എനിക്ക് പാസ്പോർട്ട് നമ്മുടെ സെൽഫ് കയോസ്കിൽ വെക്കുമ്പം അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഇതുപോലെ നമ്മുടെ സ്റ്റാഫുള്ള കൗണ്ടറിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിലൊക്കെ അയച്ചു. പക്ഷേ എയർപോർട്ടിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. റിപ്ലൈ ഒക്കെ കിട്ടണമെങ്കിൽ 2-3 മാസമൊക്കെ എടുക്കും. ഒരു റിപ്ലൈ അയച്ചിട്ട് അടുത്ത റിപ്ലൈക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവം. അപ്പോൾ എന്നിവ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ക്യൂ ആണ്. അപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് കയറാൻ പോവുകയാണ്. അതിന്റെ അകത്ത് നിന്നാലും നമുക്ക് കയോസ്ക് ഉണ്ട്. പക്ഷേ ഹായ്ക്കോട്ടിനുള്ളത് കൊണ്ട് നമുക്ക് കയോസ്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാനുവലായിട്ട് തന്നെ പോകണം. അതുകൊണ്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പൊ നമ്മൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. കുറച്ച് നേരത്തെ തന്നെ വന്നല്ലോ. അപ്പൊ എന്തായാലും അകത്തോട്ട് പോകാം. ഹായ് എണീറ്റ് നല്ല കരച്ചിലായിരുന്നു. കറക്റ്റ്. പക്ഷെ ഉറക്കം വരുന്നുണ്ട് അല്ലേ? കറക്റ്റ് ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ലേ മാനുവലായിട്ടാണ് പോകുന്നതെന്ന്. പക്ഷേ അവിടെ നമുക്ക് ഒരു പുതിയ കയോസ്ക് ഉണ്ടായിരുന്നു. വിത്ത് ചൈൽഡ് ആണെങ്കിലും നമുക്ക് മെഷീനിലൂടെ പോകാമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കറക്റ്റായപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോയി. എന്നിട്ട് പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അവർ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അതിനെ എടുത്ത് കാണിക്കേണ്ടി വന്നില്ല. ജസ്റ്റ് ഞാൻ മാത്രം നമ്മുടെ ക്യാമറയിൽ നോക്കി ഐഡൻറ്റിഫൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചാങ്ങി എയർപോർട്ട് ടെർമിനൽ 3 കൂടെ ഇങ്ങനെ നടക്കുവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗേറ്റിലേക്കുള്ള റൂട്ടിലാണ്. നമ്മുടെ ഗേറ്റ് C1 ആണ്. നമ്മൾ ടെർമിനൽ 3യിലാണ് ചെക്ക് ഇൻ ചെയ്തത്. പക്ഷേ ഈ ഗേറ്റ് ഇരിക്കുന്നത് ടെർമിനൽ 1ലാണ്. അപ്പോൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു സ്കൈ ട്രെയിൻ എടുത്തിട്ട് ടെർമിനൽ 2 ആണ് 1 പോയിട്ട് അവിടുന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ മര്യാദക്ക് ടെർമിനൽ 1ൽ പോയി കയറിയാലും മതി. ചെക്ക് ഇൻ മതിയായിരുന്നു. അപ്പം ഏതായാലും നമുക്ക് നടക്കാം. എയർപോർട്ടിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്കങ്ങ് നടക്കാമെന്ന് വെച്ച്. ഹായ്ക്കുട്ടൻ ഉറക്കം വന്നു, ഉറങ്ങണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല അലമ്പായിട്ടുണ്ടല്ലേ? ഉറങ്ങിയപ്പോൾ വേറെ സ്ഥലത്തായിരുന്നു, ഉറക്കം എഴുന്നേറ്റ് വേറൊരു സ്ഥലത്തല്ലേ. അപ്പം ആൾക്ക് മൊത്തത്തിൽ കിളി പോയി ഇരിക്കുവാണ്. ഉറക്കമൊക്കെ വരുന്നുണ്ട്. അയ്യോ, നമ്മൾ സ്കൈ ട്രെയിനിൻ്റെ സ്റ്റേഷൻ എത്തി. എവരി 3 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ടെർമിനൽ 2ലേക്കും 1ലേക്കുമുള്ള സ്കൈ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ടെർമിനൽ 1. ഇതേ സ്കൈ ട്രെയിൻ നമുക്ക് പുറത്തുമുണ്ട്, അതായത് ഡിപ്പാർച്ചറിന് വെളിയിലും ഉണ്ട്, ഗേറ്റിൻ്റെ അടുത്തുമുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് സ്കൈ ട്രെയിൻ ആണെങ്കിലും ഏത് ടെർമിനൽ ആണെന്നുള്ളത് അകത്തുനിന്ന് പുറത്തുനിന്നും എടുത്താൽ മതി. അത്യാവശ്യം ഫാസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം 3 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കൈ ട്രെയിൻ വന്നിട്ടുണ്ട്. അതിനെയും കൊണ്ട് സ്കൈ ട്രെയിനിൽ കയറാൻ പോവാണ്. വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ സ്കൈ ട്രെയിനിലേക്ക് നമ്മൾ കയറി. ഇതൊരു 5 മിനിറ്റ് ദൂരം പോലും ഇല്ലല്ലേ, ഒരു പെട്ടെന്ന് എത്തും. നടന്നു പോകണമെങ്കിൽ നമുക്ക് 20 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. പണ്ട് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ സ്കൈ ട്രെയിനിൽ പോകും. അങ്ങനെ നമ്മൾ സ്കൈ ട്രെയിനൊക്കെ ഇറങ്ങി. ഹായ്ക്കുട്ടൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്തു. നല്ല ചൂടാണ്. എന്താ സാധാരണ എയർപോർട്ടിൽ നല്ല തണുപ്പാണ്. പക്ഷെ ഇവിടെ വെളിയിലേക്കാളും എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. എനിക്കൊന്ന് അവളിനി ചൂടെടുത്തിട്ടാണ് എണീറ്റെന്നൊരു സംശയമുണ്ട്. എനിവേ നമുക്ക് ഇനിയിപ്പോൾ ഒരു 3/4 മണിക്കൂറും കൂടെ ഉണ്ട് നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആകാൻ. അതുവരെ നമ്മൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഹായ്ക്കോട്ടിൻ്റെ ഉറക്കമൊക്കെ പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പയ്യെ ഉറക്കാൻ നോക്കണം. അങ്ങനെയൊക്കെയാണ്. നോക്കണ്ട ഉണ്ണി, നമ്മൾ പരിസരം മറന്ന് എയർപോർട്ടിൽ നിലത്തിരുന്ന് ആണ് സ്ട്രോളർ കയറ്റുന്ന പരിപാടിയാണ് കേട്ടോ. ഇത് കുറച്ച് ചടങ്ങാണ്. അപ്പോൾ സ്ട്രോളറിൻ്റെ തന്നെ ബാഗ് ആയതുകൊണ്ട് നല്ല ജസ്റ്റ് ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ചടങ്ങാണ് ഈ സാധനം കയറ്റാനായിട്ട്. അതാണ് ഇപ്പം നിവിൻ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കയറ്റിയാലാണ് നമുക്ക് എന്താ പറയുക, ക്യാബിനകത്ത് സ്ട്രോളർ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി അവിടെ ചെക്ക് ഇൻ തുടങ്ങി, ആൾക്കാർ കയറുന്നുണ്ട്. ചെക്ക് ഇൻ അല്ല, അതായത് ബോർഡിങ് തുടങ്ങി. ബോർഡിങ് കൗണ്ടർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പക്ഷെ സാരമില്ല, സമയമുള്ളത് കൊണ്ട് നമ്മൾ പയ്യെ. എന്ത് പറ്റി, ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഒന്നും ഉറങ്ങടോ.
ആയാണെങ്കിൽ ഉറങ്ങും, പക്ഷെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ എഴുന്നേറ്റ് വരും. വെട്ടമാണ് മെയിൻ പ്രോബ്ലം. വെട്ടമുള്ളതുകൊണ്ടാണ് അവൾ ഉറങ്ങാത്തത്. മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്ട്രോളറൊക്കെ റെഡിയായി. ഇനി നമുക്ക് ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഹായ്പുട്ടിന് കിട്ടിയ മീൻ. മാഷ് പൊട്ടറ്റോ ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ക്യാരറ്റ്. ഇത് അവളെ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഹെൽത്തി മീലായിരിക്കും അത്. അത് കൂടാതെ നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് മേജിയുടെ ഒരു ഫ്രഷ് മിൽക്കിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിൽ തന്നിട്ടുണ്ട്. അത് കൂടാതെ ഇത് ഡിസേർട്ടാണെന്ന് തോന്നുന്നു. എല്ലാ മീലിൻ്റെയും കൂടെ ഡെസേർട്ട് കാണും. എന്താണെന്ന് മനസ്സിലായില്ല. മേ ബി ടേസ്റ്റ് ചെയ്ത് നോക്കണമായിരിക്കും. അങ്ങനെ നമ്മൾ ലോങ് 7 hours ജേണി കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ മെൽബണിൽ ലാൻഡ് ചെയ്തു. അവിടെ പോകുമ്പോൾ മായ ഫുൾ ഉറങ്ങിയുണ്ടോ, പക്ഷെ നമുക്കൊരു തനി പോലും ഉറങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഹായ കയറിയപ്പോൾ തന്നെ ഉറങ്ങി. കറക്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ എഴുന്നേറ്റ് വന്നു. അതുകൊണ്ട് അവൾക്ക് 7 hours സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആൾ ഓക്കെയാണ്. നമ്മുടെ മാത്രമാണ് എനർജി പോയുള്ളൂ. ജസ്റ്റ് ഇവിടെ ലാൻഡ് ചെയ്തുള്ളൂ. അവിടെ ഫ്ലൈറ്റ് എടുക്കുന്നതൊക്കെ കാണാമായിരിക്കും നിങ്ങൾക്ക്. ഒന്നും ആയിട്ടില്ല. നമുക്കിനി ഫസ്റ്റ് ലഗേജ് കളക്ട് ചെയ്യാൻ പോകണം. അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തോ ആരെയാ നോക്കുന്നേ? ആയിക്കോട്ടെ, ആരെയാ നോക്കുന്നേ? ഡാഡേനെയാണോ? ഡാഡ എവിടെ പോയി? ഡാഡ പീ വെക്കാൻ പോയോ? ഞാൻ പറഞ്ഞു കൊടുക്കും ഡാഡയോട്, നീ അങ്ങനെ പറഞ്ഞെന്ന്. പറഞ്ഞോട്ടെ മമ്മ? പറയണ്ട, മമ്മ പറയത്തില്ല കേട്ടോ. ഷൂ. ഓക്കെ, അപ്പം നമ്മൾ കുറേ നേരമായിട്ടും സ്റ്റില്ല് എയർപോർട്ടിൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താ, ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയി സിം എടുത്തു. ഇതിൻ്റെ ഈ സിം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് സിം എടുത്തു. അതിനൊരു $25 ആയി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മളുള്ളത് മെൽബൺ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2. അവിടെ നിന്ന് ടെർമിനൽ 1 പോയിട്ട് സ്കൈ ബസ് എടുത്ത് നമ്മൾ സിറ്റിയിലേക്ക് പോകും. അവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. എന്നാ അവിടെ പ്രശ്നം? ഓഹോ, അയ്യോ. എയർപോർട്ടിൽ നിന്ന് സ്കൈ ബസ് എടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എല്ലാം. അതുകൊണ്ട് നമുക്ക് ഈ കയസ്കി ചെന്ന് എടുത്താൽ മതി. അപ്പോൾ ഓരോ 10 minutes കൂടുമ്പോൾ ഇവിടുന്ന് സിറ്റിയിലേക്ക് ബസ്സുണ്ട്. ഇതാണ് ഒരു എക്കോണമി ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് യൂബർ വിളിക്കുമ്പോൾ ഒത്തിരി എക്സ്പെൻസീവാണ്. നമുക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്യാം. നമ്മളിവിടെ വെക്കണം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം എടുക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ ഹായേനെ ബേബി കാരിയറിൽ എടുത്തു. അതുകൂടാതെ എൻ്റെ ബാഗിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പം നിബിനും കൊണ്ടൊരു ബാക്ക് പാക്ക്, ട്രോളി എല്ലാം ഉണ്ട്. നമ്മുടെ ലഗേജ് എക്സ്ട്രാ ആണ് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റാണ് കേട്ടോ. അത് ടിക്കറ്റ് വാങ്ങിക്കാനാണ് ആ കയോസ്ക്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ടിക്കറ്റ് ഉള്ളതുകൊണ്ട് ചെക്കറിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. നമ്മൾ ബസ് ഇറങ്ങി കേട്ടോ. ബസ് ഇറങ്ങി കഴിഞ്ഞ് നേരെ കാണുന്നത് ഫൈൻഡ് യുവർ ഹോട്ടൽ എന്ന് പറഞ്ഞ സാധനമാണ്. കണ്ടുപിടിച്ചോ? അതിലില്ല. ഓക്കെ, ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നമുക്ക് ഏതോ 7 minutes ഒന്ന് നടക്കാനുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അറിയുന്നതായിരിക്കും. സിംഗപ്പൂർ ബർഗർ കിങ് ആണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ എത്തിയപ്പം ഹംഗ്രി ജാക്സ് ആയി. റൂം കിട്ടി. റൂം 3 PM ചെക്ക് ഇൻ. പക്ഷെ നമുക്ക് ഡെയിലി ചെക്കിൻ അത് തന്നു. നമ്മൾ ലഞ്ചൊക്കെ പോയി കഴിച്ചു. നമ്മൾ ഹംഗ്രി ജാക്സിനാണ് പോയി കഴിച്ചത്. അപ്പോൾ ഇതാണ് കയറി വരുമ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ബാത്റൂം ഉണ്ട്. കുഴപ്പമില്ല, നല്ല സാധാരണ ഹോട്ടലുകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇങ്ങനത്തെ ഹോട്ടലുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഡ്രസ്സിങ് ഹാങ് ചെയ്യാനുള്ളതും കോഫി സ്റ്റേഷനും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബെഡ്റൂം, കുട്ടി ബേസിക് റൂം അല്ലേ? ബേസിക് പ്ലസ്. ഇത് നമ്മുടെ മെൽബൺ CBD സിറ്റിയുടെ അകത്ത് തന്നെയുള്ള ഹോട്ടലാണ്. നമ്മൾ ഒത്തിരി ഒന്നും പോയില്ല. ബസ് ഇറങ്ങിയിട്ട് ജസ്റ്റ് നടന്നേ ഉള്ളൂ. നമ്മൾ ലഗേജ് എത്തിയിട്ട് നടന്നു. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് അപ്പാർട്ട്മെന്റ്, എയർബിഎൻബി പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. പക്ഷെ നമ്മൾ ഹോട്ടൽ യൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടി വരുമല്ലോ. എയർബിഎൻബി ആകുമ്പോൾ ഹോട്ടലുകാർ പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുണ്ടാക്കി തരും. അല്ലെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് പണിയാകും.
ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ വേറൊരു